ഉത്തരാഖണ്ഡിൽ മേഘവിസ്ഫോടനത്തെ തുടർന്നുള്ള പ്രളയത്തിൽ ധാരാലിയിൽ കുടുങ്ങിയ മലയാളികൾ സുരക്ഷിതരാണ്. രക്ഷപ്പെട്ട മലയാളി സംഘത്തിനൊപ്പം ഞങ്ങളുടെ പ്രതിനിധി ശരത്ലാൽ ചേരുകയാണ്. തത്സമയം ശരത്ലാൽ, പറയാം, അവരോട് സംസാരിക്കാം. ബിൽ ബോത്തൻ, കാരണം അവർ ഇന്ന് 11 മണിയോടുകൂടിയാണ് അവരെ ധാരാലിയിൽ നിന്നുള്ള തൊട്ടടുത്തുള്ള ആർമിയുടെ കേന്ദ്രത്തിൽ നിന്ന് ഇപ്പോൾ എയർലിഫ്റ്റ് ചെയ്തിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത്. അവരെ ഇപ്പോഴും അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. തങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ നിറയെ മാർക്കറ്റുകളും ചിരിക്കുന്ന മുഖങ്ങളൊക്കെ ഇപ്പം മണ്ണിനടിയിലാണ്. അപ്പം നമ്മളോടൊപ്പമുണ്ട് ഈ പ്രധാനപ്പെട്ട ഇത്. എന്താണ് സംഭവിച്ചത്? ഞങ്ങൾ 5-ാം തീയതി രാവിലെ രാവിലെ 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഞങ്ങൾ ഗംഗോത്രിക്ക് പോകുമ്പോൾ മഴയൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല ക്ലൈമറ്റായിരുന്നു. ഞങ്ങൾ അവിടെ പോയി, അവിടെ എത്തി. അവിടുന്ന് ദർശനമെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കഴിച്ച് അവിടുന്ന് 2 മണിക്ക് വിട്ടു. 2 മണിക്ക് വന്ന് ഒരു 10 കിലോമീറ്റർ ഇപ്പുറത്തിയപ്പോൾ ഭൈരോഘാട്ട് എന്ന് പറഞ്ഞൊരു സ്ഥലം, 10 കിലോമീറ്റർ അവിടെ പോലീസ് തടഞ്ഞിട്ട് പറഞ്ഞു മുന്നോട്ട് വണ്ടി പോവില്ല, അവിടെ മണ്ണിടിഞ്ഞിട്ടുണ്ട്, അത് റോഡ് ക്ലിയർ ചെയ്യാതെ പറ്റില്ല. ടൈം ചോദിച്ചപ്പോൾ 2-3 മണിക്കൂർ എടുക്കാം. പക്ഷേ ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞപ്പോഴാണ് ഇത്രയും വലിയൊരു ട്രാജഡി അവിടെ നടന്നത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ തന്നെ ഞങ്ങൾ അവിടെ റൂം എടുത്ത് അന്ന് അവിടെ ഹോൾട്ട് ചെയ്തു. പിന്നെ പോലീസിൻ്റെ ഒരു റിപ്പോർട്ട് പ്രകാരം അവർ പറയുന്നത് ഒരു 300 മീറ്ററോളം റോഡ് തന്നെ ഇത് നീളത്തിൽ ചളിയും മണ്ണും ഒരു 20-25 മീറ്റർ ഹൈറ്റിലാണ് പൊങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് ഒരു 10-15 ദിവസങ്ങളാവും റോഡ് ക്ലിയർ ചെയ്യാൻ. പിന്നെ ഗവൺമെൻറ്റിൻ്റെ കാര്യത്തിൽ അവർ പറഞ്ഞു ഗവൺമെൻറ് അതിൽ ഇടപെട്ടിട്ട് എന്തെങ്കിലും ചെയ്യും. വൈകിട്ടോടുകൂടി ഇവിടുന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവർ പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഉത്തരാഖണ്ഡ് ചീഫ് മിനിസ്റ്റർ പ്രകാശ് ധാമിയെ വിളിച്ച് സംസാരിച്ചിരുന്നു. അപ്പോൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നവരെ എയർലിഫ്റ്റ് ചെയ്ത് ഞങ്ങളെ ഉത്തരകാശിയിലേക്ക് എത്തിക്കാനുള്ള അതൊരു ചെയ്യേണ്ടതെന്ന്. ഒപ്പം തന്നെ പിന്നീട് ഞങ്ങൾ 2 മിലിറ്ററി ക്യാമ്പിൽ നിന്ന് അവിടുന്ന് മലയാളികൾ വന്നിട്ടുണ്ടായിരുന്നു. അവർ പറയുന്നത് നമ്മുടെ കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപിയും ജോർജ് കുര്യനും അവരും ഇത് മനസ്സിലാക്കിയതിന് ശേഷം ഈ മലയാളികൾക്ക് വേണ്ടിയിട്ട് അവരവിടുന്ന് വേണ്ട സഹകരണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവരുടേതായ അവർ പ്രൊസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി എന്തായാലും ഞങ്ങൾ ഇന്നലെ രാവിലെ അവിടുന്ന് ഹർഷലിൽ വന്ന് ഈ വരുന്ന ആദ്യം ഗംഗോത്രിയിൽ നിന്ന് പുറപ്പെട്ട ബസ്സിൽ ആദ്യം ഞങ്ങൾ തന്നെ ആയിരുന്നു. ഈ സംഭവം നടക്കുന്നതിന് 2 കിലോമീറ്റർ അപ്പുറത്ത് വരെ ബസ് വരുള്ളൂ. അവിടെ ബസ് നിർത്തി അവിടെ നിന്ന് നടന്ന് ഈ സംഭവം നടന്നതിൻ്റെ മുകളിൽ കൂടെ ഇതിൻ്റെ മുകളിൽ കൂടെ നടന്നാണ് ഞങ്ങൾ ക്രോസ് ചെയ്ത് ഇപ്പുറത്ത് വന്ന് ഞങ്ങൾ ഹെലിപ്പാഡിൽ വന്നത്. അപ്പോൾ എങ്ങനെ തോന്നുന്നു ദുരന്തമുഖത്തിൽ കൂടി എന്തൊക്കെയാണ് അവിടെ കണ്ടത്? അയ്യോ, വളരെ ദുരന്തമായ സ്ഥലം തന്നെയാണ്. എല്ലാവരുടെയും ജീവൻ അതിൽ അവസാനിച്ചു കഴിഞ്ഞു. കംപ്ലീറ്റ് ആ സ്ഥലം തന്നെ ഒഴുകിപ്പോയിരിക്കണു. പക്ഷെ ഭയങ്കര വിഷമം തോന്നി. ചിലവരുടെ വീടിൻ്റെയൊക്കെ പാർട്ടിക്കിൾസ് ഉണ്ട്, ചില കാറിൻ്റെയൊക്കെ 2 വീല് മാത്രം കാണാം. അവിടെ ഇപ്പോഴും അവർ സൈനികർ രക്ഷാപ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. പക്ഷേ എങ്കിലും എത്ര പേരുടെ ജീവൻ അതിൽ അവസാനിച്ചിട്ടുണ്ട്. അത് കണ്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി. ഞങ്ങളെ അവർ പിന്നെ ഹെലിപാഡിൻ്റെ അവിടേക്ക് എത്തിക്കാൻ എല്ലാ സഹകരണങ്ങളും ചെയ്തു. ഭയം തോന്നിയിരുന്നു. പിന്നെ കുറേ വീടുകളെ അതിൻ്റെയൊക്കെ മുകളിൽ കൂടെ നടന്ന് വരുമ്പോൾ കുറേ കല്ലും എല്ലാം കിടക്കുന്നുണ്ട്. നടക്കാൻ കുറേ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ എന്നാലും അവർ പലയൊക്കെ വെച്ച് ഞങ്ങളെ കൈ പിടിച്ച് ലഗേജൊക്കെ അവർ വാങ്ങിച്ച് ഞങ്ങളെ അപ്പുറത്ത് കടത്തി കൊണ്ടുവന്ന് സുഖമായിട്ട് യാത്ര ചെയ്തു. എന്ത് തോന്നി ഈ ദുരന്തത്തെ കേട്ടപ്പോൾ? ജീവിതത്തിൽ ആദ്യമായിട്ട് ഇത്രയും വലിയ ദുരന്തം നമുക്ക് അനുഭവം കിട്ടിയത്. പിന്നെ അതുപോലെ തന്നെ പലരുടെയും ജീവൻ അടിയിൽപ്പെട്ട കാരണം ആ കാഴ്ച വലിയ പ്രയാസപ്പെട്ടു. വണ്ടികളും ആളുകളും കടകളും വീടും തകർന്നെല്ലാം മണ്ണടി പോയി. ശരി ശരത്ലാൽ, അവരുടെ പ്രതികരണം എടുക്കുന്നത് തുടരുക. എന്തായാലും അത്ഭുതകരമായിട്ടാണ് അവർ അവിടെ നിന്ന് ആ വലിയ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. അവിടെ ആ ദുരന്ത ഭൂമിയിൽ നിന്ന് ITBPയുടെ നേതൃത്വത്തിൽ എയർലിഫ്റ്റ് ചെയ്ത് ITBPയുടെ ക്യാമ്പിലേക്ക് അവിടെ എത്തിക്കുകയും അതിനുശേഷം അവരെ ഇപ്പോൾ ഹോട്ടലുകളിലേക്ക് ഉൾപ്പെടെ മാറ്റുകയും ചെയ്തിരിക്കുകയാണ്. ശരത്ലാലാണ് ഉത്തരാഖണ്ഡിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. അവരുമായി സംസാരിക്കുകയാണ് ശരത്ലാൽ.